Good morning, everyone. We are with our chapter Chemistry, Exploring Mixtures and Their Separations. Okay. Already, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ലെറ്റ്സ് ഗോ അവർ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് so many separating methods. In this chapter, so many separating methods. So the first method is crystallization. Crystallization is the process of forming pure solid crystals from saturated solution. Okay. അപ്പോൾ നമുക്കറിയാം ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം എന്താണ് കോപ്പർ സൾഫേറ്റ്, അതായത് അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലേ. അതായത് ഹോട്ട് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ക്യാൻ ബി സ്മോൾ സൊല്യൂട്ട് വെൻ ഇറ്റ് ഈസ് കോൾഡ് സ്ലോലി. അതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ തന്നെ ഞാൻ മോർ ആൻഡ് മോർ ടൈം അൺഡിസ്റ്റർബ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. ഒന്നുമില്ല, ഇംപ്യൂർ കോപ്പർ സൾഫേറ്റ് ഇൻ എ സെറാമിക് പ്ലേറ്റ്. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളതിൽ ഡിസോൾവ് ഇറ്റ് ഇൻ മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് ഫിൽറ്റർ ഔട്ട് ദീസ് ഇംപ്യൂരിറ്റീസ്. ആദ്യം ഇതിനെ സാച്ചുറേറ്റഡ് ആക്കുന്നു, ഹീറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇതിനെ ഫിൽറ്റർ, അതിൻ്റെ ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യാണ്, കൂളാക്കാൻ വെക്കുകയാണ്. അങ്ങനെ കൂളാക്കാൻ വെക്കുന്ന സമയത്ത് കൂടുതൽ ടൈം, ഫോർ എ ലോങ് ടൈം ഞാനിതിനെ കൂൾ ചെയ്യാൻ വെക്കുകയാണെങ്കിൽ എനിക്ക് ബിഗ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എനിക്ക് ക്വിക്കായിട്ടാണ് ഞാൻ കൂൾ ചെയ്യുന്ന എടുക്കുന്നതെങ്കിൽ അതിൽ മെനി സ്മോൾ ക്രിസ്റ്റൽസും ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻ പ്യൂർ സോളിഡ്സ് ഫ്രം സൊല്യൂഷൻ, അതേപോലെ തന്നെ പ്യൂരിഫൈ ഇംപ്യൂർ സബ്സ്റ്റൻസിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സെപ്പറേറ്റ് ഈ സോളിഡ് ഫ്രം ഇംപ്യൂരിറ്റീസ്, ക്രിസ്റ്റൽസ് ഓഫ് സബ്സ്റ്റൻസ് ലൈക്ക് കോപ്പർ സൾഫേറ്റ്, സാൾട്ട് ആൻഡ് ഷുഗർ അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സീ വാട്ടറിൽ നിന്ന് സാൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സാൾട്ട് സോ ഒബ്റ്റെയിൻഡ് ഫ്രം സീ വാട്ടർ ബൈ ഇവാപ്പറേഷൻ, അതൊരു ക്രിസ്റ്റലൈസേഷൻ ആണ്. അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ആഫ്റ്റർ കൂളിംഗ് വി ക്യാൻ സീ ദാറ്റ് ക്രിസ്റ്റൽസ് ആർ ഫോം ചെയ്യാനായിട്ട് കാണാൻ പറ്റും. ദ സെക്കൻഡ് വൺ ഡിസ്റ്റിലേഷൻ ആണ്. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇന്നെ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് വെൻ വൺ കോമ്പോണൻറ്റ് വോളറ്റൈൽ ആൻഡ് അതർ ഈസ് നോൺ വോളറ്റൈൽ സച്ച് സിറ്റുവേഷൻ ദസ് കണ്ടീഷൻസ് ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിങ് ഡിസ്റ്റിലേഷൻ. അതായത് ഒരാൾക്ക് വോളറ്റൈൽ സ്വഭാവമുള്ളതും, അതായത് ബാഷ്പീകരണ സ്വഭാവം, വേപ്പറായിട്ട് പോകാനുള്ള സ്വഭാവമുള്ളതും, ഒരാൾക്ക് നോൺ വോളറ്റൈൽ സ്വഭാവമുള്ളതും ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഗിവൺ ആൻ എക്സാമ്പിൾ സാൾട്ട് വാട്ടർ. സാൾട്ട് വാട്ടറിൽ നിന്ന് സാൾട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം. കാരണം അതിൽ വേപ്പറായിട്ട് പോകുന്ന വാട്ടർ ഉള്ളത് കൊണ്ട് തന്നെ സാൾട്ട് എന്താവില്ല, നോൺ വോളറ്റൈലാണ്, വേപ്പർ നടക്കില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദർ ഈസ് എ ലാർജ് ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിൻറ്റ് അല്ലേ. അതായത് അവർ തമ്മിൽ 25 ഡിഗ്രി സെൽഷ്യസിൽ എബവ് ആണെങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈസ് യൂസ്ഡ് വെൻ ടു മിസിബിൾ ലിക്വിഡ്സ്, അതായത് മിക്സ് ആവുന്ന ലിക്വിഡ്സിലാണ് നമ്മളെപ്പോഴും ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുക. ഗിവൺ ആൻ എക്സാമ്പിൾ സാൾട്ട് വാട്ടർ മിക്സ് ആവും അല്ലേ. അതേപോലെ നമുക്ക് വേണമെങ്കിൽ എസറ്റോൺ പ്ലസ് വാട്ടർ അതും മിക്സ് ആവും. ഇവരെന്താ ചെയ്യുക, എസറ്റോണിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 56 ഡിഗ്രി സെൽഷ്യസ് ആണ്, വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ ഒരു ഡിസ്റ്റിലേഷൻ ഫ്ലാസ്ക് എടുക്കുന്നു, അതിൽ എസറ്റോൺ പ്ലസ് വാട്ടർ മിക്സ് ആയിട്ടുള്ള ഒരു മിക്സ്ചർ എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യാണ്, ദ ലിക്വിഡ് വിത്ത് ലോവർ ബോയിലിംഗ് പോയിൻറ്റ് ചേഞ്ചസ് ഇൻ ടു വേപ്പർ അല്ലേ. അപ്പോൾ അതിലൊരു തെർമോമീറ്റർ നമ്മളിവിടെ ഇവിടെ ഒരു പിക്കിൽ കാണുന്നത് പോലെ തെർമോമീറ്റർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എസറ്റോണിൻ്റെത് നമുക്കറിയാം 56 ആണ്. അപ്പോൾ 56 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും അസറ്റോൺ എന്താണ്, വേപ്പറൈസേഷൻ നടക്കുകയാണ്, അത് കണ്ടൻസേഷൻ അല്ലേ, കണ്ടൻസറിലൂടെ എന്താണ് കണ്ടൻസേഷൻ നടക്കുകയാണ് ചെയ്യുക അല്ലേ.
കണ്ടൻസേഷൻ നടക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് അത് കൂളായിട്ട് കണ്ടൻസേഷൻ നടന്ന് ആ ഒരു ലിക്വിഡ്, അതായത് അസറ്റോണ് വേറൊരു ഫ്ലാസ്കിലേക്ക് കളക്ട് ചെയ്യപ്പെടുന്നു. സെപ്പറേറ്റ് ലിക്വിഡ് ബൈ ബോയിലിംഗ് ആൻഡ് കണ്ടൻസിങ് യൂസിങ് ദെയർ ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിൻറ്റ്സ്. ഓക്കെ, ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് വോളറ്റൈൽ സ്വഭാവം, അടുത്ത ആൾക്ക് നോൺ വോളറ്റൈൽ സ്വഭാവമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്റ്റിലേഷൻ. ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും. പക്ഷെ അവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ ബോയിലിംഗ് പോയിൻറ്റ് അടുത്തുള്ളവർക്ക്, അതായത് 25 ഡിഗ്രി സെൽഷ്യസിന് ലെസ് ദാൻ ഉള്ളവർക്ക് നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം അല്ലേ. ഇവിടെ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ് ക്രൂഡ് ഓയിലിൽ നിന്ന് നമുക്ക് പെട്രോൾ, ഡീസൽ, കെറോസിൻ, നാഫ്ത ഇവരൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോൾ ഉണ്ടാവും, സെപ്പറേറ്റിംഗ് ഫണൽ ഉണ്ടാവും അല്ലേ. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ട്യൂബ് ഉണ്ടാവും. അപ്പോൾ അവരെന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഒരാൾക്ക് 25 ആണെങ്കിൽ അടുത്താൾക്ക് 30 ആയിരിക്കും, പിന്നെ അടുത്താൾക്ക് 40 ആയിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഈസ് യൂസ്ഡ് വെൻ ദ ബോയിലിംഗ് പോയിൻറ്റ്സ് ഓഫ് ലിക്വിഡ്സ് ആർ ക്ലോസ് ടു ഈച്ച് അതർ, യൂഷ്വലി വിത്ത് എ ഡിഫറൻസ് ഓഫ് ലെസ് ദാൻ 25 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ. സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ യൂസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് വായിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിൻ്റെ അടുത്ത സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ആണ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്രോമാറ്റോഗ്രഫിക്ക് ഇവിടെ നമുക്കൊരു സെറ്റപ്പ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പീസ് ഓഫ് പേപ്പറാണ്, ഒരു തിൻ പേപ്പർ, വൈറ്റ് പേപ്പർ എടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പറോ വൈറ്റ് പേപ്പറോ എടുത്തിട്ട് അതിനെന്താ ചെയ്യുന്നത്, ടേക്ക് എ തിൻ ലെയർ ഓഫ് ഫിൽറ്റർ പേപ്പർ, ഡ്രോ എ ലൈൻ വിത്ത് 3 സെൻറ്റിമീറ്റർ അബൌട്ട് ഇറ്റ്സ് ബോട്ടം എഡ്ജ്. എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ ബോട്ടം അല്ലേ, ഇതിൻ്റെ കുറച്ച് ഒരു 3 സെൻറ്റിമീറ്റർ അകലത്തിൽ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അറ്റ് സെൻറ്റർ പോയിൻ്റ് ഞാനിവിടെ ഒരു സ്കെച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബ്ലാക്ക് കളറിൽ ഞാൻ സ്കെച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാനൊരു വാട്ടർ അല്ലേ, ഒരു വാട്ടർ ജാർ എടുത്തു, അതിലേക്ക് ഇതിൽ കാണുന്നത് പോലെ ഇച്ചിരി വാട്ടർ എടുത്തു. ഈ വാട്ടറിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഡിപ്പ്ഡ് ഇൻ ദ സർഫേസ് ഓഫ് വാട്ടർ അല്ലേ. ഈ ഒരു ഫിൽറ്റർ പേപ്പറിനെ എടുത്തിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാണ്, അതിൻ്റെ സർഫേസ് ഡിപ്പ് ചെയ്യാണ്. നൗ ലീവ് ഇറ്റ് അൺഡിസ്റ്റർബ്. ഞാൻ എന്നിട്ട് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വെക്കുന്ന സമയത്ത് വാട്ട് ഡു യു സീ, നിങ്ങൾ എന്താണ് കാണുന്നത്, എന്താ കാണുക, ഞാനതിനെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ അനക്കാതെ വെക്കുകയാണെങ്കിൽ യെസ്, നമുക്കൊരു മാജിക്ക് കാണാൻ പറ്റും അല്ലേ. എന്താ സംഭവിക്കുന്നത്, ഡിഫറെൻറ്റ് കളേഴ്സ് ആ സീ. നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറിൽ ഏതൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സാണോ പ്രസൻ്റ് ആയിട്ടുള്ളത് അത് മുഴുവനും ഇതേപോലെ തെളിഞ്ഞു വരും. ഇതിനെയാണ് നമ്മൾ, അതായത് വാട്ടറാണ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ മൂവ്സ് അപ്വേർഡ്, വാട്ടർ മുകളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു കളറിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി കളേഴ്സിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഡൈ ഈസ് എ മിക്സർ ഓഫ് 2 or more കളർ വിച്ച് ഈസ് മോർ സൊല്യൂബിൾ ഇൻ വാട്ടർ അല്ലേ. അപ്പോൾ ഡൈ എന്ന് പറയുന്നത് എന്താണ്, ഡൈ അതായത് നമ്മുടെ ഡ്രസ്സിലൊക്കെയുള്ള ഡൈ അല്ലേ, കളർ മുക്കുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്രോമാറ്റോഗ്രഫി. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ദ സോൾവെൻറ്റ് റൈസസ് അപ്പ് ദ പേപ്പർ ആൻഡ് ക്യാരീസ് ദ ലിങ്ക് കോമ്പോണൻറ്റ്സ് വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് കോമ്പോണൻറ്റ്സ് ഹൗ ഫാസ്റ്റ്ലി ദേ ട്രാവൽ വിത്ത് സോൾവെൻറ്റ് ഓൺ പേപ്പർ. ഇവിടെ നമുക്ക് ക്രോമാറ്റോഗ്രഫി എന്താണെന്ന് മനസ്സിലായി. ഈ ഒരു പോയിന്റിലുള്ള ഈ ഒരു കളറിലുള്ള മുഴുവൻ കളേഴ്സും നമുക്കിതിൽ മുകളിലേക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുതന്നെയാണ് നമ്മൾ ക്രോമാറ്റോഗ്രഫി എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സെപ്പറേറ്റ്, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹോമോജീനിയസ് മിക്സേഴ്സിൽപ്പെട്ട കുറച്ച് ആൾക്കാരുടെ സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ആണ്. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് ഹെട്രോജീനിയസ് മിക്സേഴ്സിൽപ്പെട്ട ആൾക്കാരുടെ കോമ്പോണൻസിൻ്റെ സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ആണ്. ഹെട്രോജീനിയസിൽ മിക്സേഴ്സിലുള്ള
ആൾക്കാരുടെ സെപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഹെട്രോജിനസ് മിക്സ്ചേഴ്സ് ആർ നോൺ യൂണിഫോം മിക്സ്ചേഴ്സ് ആണെന്ന് അറിയാം. കമ്പോണൻസ് വിസിബിൾ വിത്ത് അവർ നേക്ഡ് ഐ, നമുക്ക് കാണാൻ കഴിയുന്ന അറിയാം. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് നോൺ യൂണിഫോംലി ആണ്, സെപ്പറേറ്റ് ആണ് എന്നൊക്കെ അറിയാം അല്ലേ. അപ്പോൾ സെപ്പറേറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ്. സെപ്പറേറ്റ് ചെയ്യുക നമ്മൾ ചായ അല്ലേ, ചായയിൽ നിന്നൊക്കെ ചായ ചണ്ടി അരിച്ചെടുക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീവ്, ഇതൊക്കെ നമുക്കറിയാം. അതേപോലെ സബ്ലിമേഷൻ സെക്കൻഡ് പ്രോപ്പർട്ടി, സെക്കൻഡ് സെപ്പറേറ്റിംഗ് മെത്തേഡ്. ദെൻ ഫിൽട്രേഷൻ അനദർ വൺ, സെഡിമെൻറ്റേഷൻ ആൻഡ് ഡിക്കൻറ്റേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ദെൻ കോയാഗുലേഷൻ. അപ്പോൾ സെപ്പറേറ്റിംഗ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അതായത് സെപ്പറേറ്റിംഗ് ഫണലാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സെപ്പറേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സെപ്പറേറ്റിംഗ് ഫണലാണ് അല്ലേ. സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മളെപ്പോഴും സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യാം. ഇമ്മിസിബിൾ മീൻസ് നമുക്കറിയാം, മിസിബിൾ എന്ന് പറഞ്ഞാൽ പരസ്പരം എന്താണ് മിക്സിങ് ആവുന്നതിനെ ആണ് നമ്മൾ മിസിബിൾ എന്ന് പറയുക. അപ്പോൾ ഇമ്മിസിബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡു നോട്ട് മിക്സ് വിത്ത് ഈച്ച് അതർ അല്ലേ. അത് എന്ത് ചെയ്യൂല, ഒരിക്കലും ഒന്നിച്ച് മിക്സ് ആവില്ല. ഗിവൺ എൻ എക്സാമ്പിൾ, ഓയിൽ പ്ലസ് വാട്ടർ, പെട്രോൾ പ്ലസ് വാട്ടർ, കെറോസിൻ പ്ലസ് വാട്ടർ, സോ മെനി എക്സാമ്പിൾസ് ആർ ദർ. അപ്പോൾ അവിടെ എന്താണ് സെപ്പറേറ്റിംഗ് ഫണലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇമ്മിസിബിൾ ലിക്വിഡ്സിൻ്റെ സെപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പിക്ക് തന്നെ കാണാൻ പറ്റും. ആ ഒരു പിക്കിൽ നോക്കുന്ന സമയത്ത് നമുക്കവിടെ സെപ്പറേറ്റിംഗ് ഫണൽ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണെന്നറിയാം. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേറ്റിംഗ് ഫണൽ എടുത്തു അല്ലേ. വി വിൽ പുട്ട് ദ മിക്സേഴ്സ് ഓഫ് കെറോസിൻ ഓർ ഓയിൽ പ്ലസ് വാട്ടർ ഇൻ ഇറ്റ് ആൻഡ് വി ലീവ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ്. ഞാൻ അനക്കാതെ വെക്കുകയാണെങ്കിൽ ഫോർ എ വൈൽ നമുക്ക് കാണാൻ കഴിയുക, എന്താ കാണാൻ കഴിയുക, വാട്ട് യു സീ ആഫ്റ്റർ സം ടൈം സെപ്പറേറ്റ് ലെയേഴ്സ്, നമുക്ക് 2 ലെയേഴ്സായിട്ട് കാണാൻ പറ്റൂലേ. അപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഒരു സ്റ്റോപ്പ് കോക്ക് ഉണ്ട്. ഈ സ്റ്റോപ്പ് കോക്ക് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെയറിനെ ഞാനൊരു ജാറിലേക്ക് റിമൂവ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, രണ്ടാമത് അനദർ വൺ, നെക്സ്റ്റ് ലെയർ ഓയിൽ ലെയർ കളക്റ്റഡ്, അടുത്ത ലെയർ ഓയിലിനെ എനിക്ക് കളക്ട് ചെയ്യും. ഇങ്ങനെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് വിളിക്കുക. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് ഇതിൻ്റെ യൂസസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, പ്രൊസീജിയർ സ്റ്റെപ്സ് ഞാനിവിടെ നോക്കാത്തത് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. യൂസസ് പഠിച്ചു നോക്കുക എല്ലാവരും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സോളിഡ് ചേഞ്ചസ് ഡയറക്റ്റ്ലി ഇൻ ടു വേപ്പർ. അപ്പോൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ഡയറക്റ്റ്ലി ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ടേക്ക് മാറുക. അത് എന്താവില്ല, വിത്തൗട്ട് ചേഞ്ചിങ് അല്ലെങ്കിൽ വിത്തൗട്ട് ബിക്കമിങ് എ ലിക്വിഡ്. അത് ലിക്വിഡായി മാറാതെ നേരെ എന്തായിട്ട് മാറാണ്, ഡയറക്റ്റ്ലി ചേഞ്ച് എങ്ങനെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുക. അതിനെയാണ് സബ്ലിമേഷൻ എന്ന് വിളിക്കുക. ഇൻ ദ കേസ് ഓഫ് ക്യാംഫർ, നാഫ്തലിൻ, അമോണിയം ക്ലോറൈഡ്, ഇതൊക്കെ സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരാൾക്ക് എന്ത് വേണം, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം, ഈ സബ്ലിമബിൾ സോളിഡ് ആയിരിക്കണം ഒരാൾ. ഓക്കെ, അപ്പോൾ സബ്ലിമേഷൻ ഈസ് ടു സെപ്പറേറ്റ് സബ്ലിമബിൾ സോളിഡ് ഫ്രം എ നോൺ സബ്ലിമബിൾ സോളിഡ് അല്ലേ. അതായത് ഞാൻ സബ്ലിമേഷൻ എടുക്കുന്ന ഒരാൾ വോളറ്റൈലായിരിക്കണം, അതായത് ഒരാൾക്ക് ബാഷ്പ സ്വഭാവം ഉണ്ടാവണം, സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കണം, മറ്റാൾക്ക് ബാഷ്പ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഗിവൺ എൻ എക്സാമ്പിൾ, സാൾട്ട് പ്ലസ് അമോണിയം ക്ലോറൈഡ്. ഞാൻ സാൾട്ടിനെയും അമോണിയം ക്ലോറൈഡിനെയും എടുത്തിട്ട് ഇതേപോലെ മിക്സാക്കി എടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ ടേക്ക് എ മിക്സർ ഓഫ് സാൾട്ട് ആൻഡ് അമോണിയം ക്ലോറൈഡ് ഇൻ എ സെറാമിക് ഓർ ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് എന്ത് ചെയ്യാണ്, ഞാനതിനെ ഒരു കപ്പ് വെച്ച് കവർ ചെയ്യാണ്. എന്നിട്ടോ അതിൻ്റെ മൗത്തിൽ, അതിൻ്റെ ആ ഒരു ഫണലിൻ്റെ മൗത്തിൽ എന്ത് ചെയ്യാണ്, ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ഫണൽ വിത്ത് എ കോട്ടൺ. ഞാനൊരു കോട്ടൺ വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഹീറ്റ് എ സെറാമിക് കപ്പ് സ്ലോലി, ഞാൻ ഇതിന് ഹീറ്റ് കൊടുക്കുകയാണ്. നന്നായിട്ട് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത്, സ്ലോലി ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ കാണാൻ പറ്റുക, ആസ് ദ കപ്പ് ഈസ് ഹീറ്റഡ് ദ വേപ്പേഴ്സ് ഓഫ് അമോണിയം ക്ലോറൈഡ് റൈസസ്. അമോണിയം ക്ലോറൈഡിന് സബ്ലിമേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. സോ അമോണിയം ക്ലോറൈഡിൻ്റെ വേപ്പേഴ്സ് ഉയരുന്നതായിട്ടും അതേപോലെ തന്നെ എന്താണ്
അതിൻ്റെ ആ ഒരു കപ്പിൻ്റെ സർഫേസിൽ കിടക്കുന്നതായിട്ടും കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു കപ്പിൻ്റെ സർഫേസിൽ മുഴുവൻ ഇപ്പോൾ ആരാ ഉള്ളത്? അമോണിയം ക്ലോറൈഡിൻ്റെ വേപ്പേഴ്സാണ് ഉള്ളത് അല്ലേ. ഇനി ഞാൻ കുറച്ച് സമയം അതിനെ കൂളാക്കാൻ വെക്കുന്ന സമയത്ത് എനിക്ക് എന്താ കാണാൻ പറ്റുക? ഈ കപ്പിൻ്റെ മുകൾ വശത്തായിട്ട് മുഴുവൻ അമോണിയം ക്ലോറൈഡും വേപ്പറായിട്ട് പോയിട്ടുള്ള അമോണിയം ക്ലോറൈഡും അവിടെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞാനതിനെ സ്ക്രാച്ച് ചെയ്ത് ചുരണ്ടി എടുത്തിട്ട് എനിക്ക് അമോണിയം ക്ലോറൈഡിനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റും അല്ലേ. അപ്പോൾ അമോണിയം ക്ലോറൈഡിനെ എനിക്ക് ആ ഒരു കപ്പിലും കിട്ടും, താഴെ വാച്ച് ഗ്ലാസ്സിൽ നമ്മുടെ സാൾട്ടും കിട്ടും. അങ്ങനെയാണ് അവിടെ സബ്ലിമബിൾ പ്രോപ്പർട്ടി ഉള്ള ഒരാളും നോൺ സബ്ലിമബിൾ പ്രോപ്പർട്ടി ഉള്ള ഒരാളും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ നമുക്ക് അവിടെ പോസിബിൾ ആവുക. ഓക്കെ, അതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നവരെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ അതിൻ്റെയൊക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള സസ്പെൻഷൻ റോ സൊല്യൂഷൻ കൊളോയിഡിനൊക്കെ പറ്റി നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവരെ എന്താണ് നമ്മൾ പഠിച്ച ഈ പറയുന്ന സസ്പെൻഷന് നമുക്കറിയാം പാർട്ടിക്കിൾസ് ബിഗ്ഗർ പാർട്ടിക്കിൾസ് ആണ് ദാൻ ട്രൂ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾസിനേക്കാളും ബിഗ്ഗറാണ്. അതേപോലെ തന്നെ എന്താണ് ഇതിന് പാർട്ടിക്കിൾസൊക്കെ നെയ്ക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റും, വിസിബിളാണ്, ഫിൽറ്റർ പേപ്പർ വെച്ച് അരിക്കാൻ പറ്റും, ഇതൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സസ്പെൻഷൻസൊക്കെ ഹെട്രോജീനിയസ് ആണ്. ഇങ്ങനെയുള്ള സസ്പെൻഷന് ഞാൻ എന്ത് ചെയ്യാണ്, മഡി വാട്ടർ ഈസ് എ സസ്പെൻഷൻ. അപ്പോൾ അതിനൊരു പേര് പഠിക്കുന്നുണ്ടല്ലേ, സെഡിമെൻറ്റേഷൻ. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് രണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒന്ന് സെഡിമെൻറ്റേഷനും ഒന്ന് ഡീക്കൻറ്റേഷനും. സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മഡി വാട്ടർ ഈസ് എ സസ്പെൻഷൻ ആണെന്ന് അറിയാം. ഞാൻ അൺഡിസ്റ്റേബായിട്ട് അതായത് ഡിസ്റ്റേബ് ചെയ്യാതെ ഇതിനെ ഞാൻ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ഹെവി മഡ് പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുക സെഡിമെൻറ്റേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും താഴേക്ക് പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ആകുന്ന സമയത്ത് മുകളിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ കിട്ടും അല്ലേ, നല്ല വൃത്തിയുള്ള വാട്ടർ കിട്ടും. ദ ക്ലിയർ വാട്ടർ ക്യാൻ ദെൻ ബി പൗർഡ് ഓഫ് കെയർഫുള്ളി. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡീക്കൻറ്റേഷൻ. അപ്പം ആ ഒരു സസ്പെൻഷനിൽ നമുക്ക് ഡീക്കൻറ്റേഷനും സെഡിമെൻറ്റേഷനും നടക്കുന്നുണ്ട്. ഇതും ഒരു സെപ്പറേറ്റിംഗ് മെത്തേഡാണ്, ബിക്കോസ് ഇത് മിക്സേഴ്സിൽ പെട്ട ഹെട്രോജീനിയസ് മിക്സേഴ്സ് ആയതുകൊണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഒന്നാണ് സെൻട്രിഫ്യൂഗേഷൻ. Centrifugation is the method of separating heavier particle from the lighter particle by spinning mixtures at high speed അല്ലേ. അപ്പോൾ നമുക്കറിയാം സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളൊരു മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. അതായത് സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അധികവും ലബോറട്ടറിയിലാണ്. ലബോറട്ടറിയിൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ എന്താ ചെയ്യുക, അതായത് മാസ് പാർട്ടിക്കിൾസിനെ ബിഗ് പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ മാസ് എന്ത് ചെയ്യാണ്, മാസ് ഓഫ് ദി കമ്പോണൻറ്റ് ഓഫ് ദി മിക്സ്ചർ, അതായത് മാസിനെ സെപ്പറേറ്റ്, മാസ് ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഇതിങ്ങനെ സ്പിന്ന് ചെയ്യാണ് ചെയ്യുക. ഗിവൺ എൻ എക്സാമ്പിൾ, ഞാനൊരു ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുത്തു. അപ്പോൾ ബ്ലഡിൽ നമുക്കറിയാം ഓൾറെഡി ബ്ലഡ് പ്ലാസ്മ ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യും, ഈ ഒരു സെൻട്രിഫ്യൂഗേഷൻ മെഷീനിൽ നന്നായിട്ട് സ്പിൻ ചെയ്യുന്ന സമയത്ത് എനിക്കിതാ ഇവിടെ പ്ലാസ്മ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും അപ്പർ പാർട്ടിൽ, അതേപോലെ ലോവർ പാർട്ടിൽ എനിക്ക് ബ്ലഡ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് കൂടുതലും യൂസ് ചെയ്യുന്നത് എന്താണ്, ലബോറട്ടറിയിലൊക്കെയാണ്. ഇപ്പോൾ ഏതിൽ സെൻട്രിഫ്യൂഗേഷൻ ചോദിച്ചാലും സെയിം ആണ്. ലൈറ്റർ പാർട്ടിക്കിൾസ് ബൈ സ്പിൻ, അതായത് ഹെവിയർ പാർട്ടിക്കിൾസ് ഫ്രം ലൈറ്റർ പാർട്ടിക്കിൾസ് ബൈ സ്പിന്നിങ് ദ മിക്സ്ചർ അറ്റ് ഹൈ സ്പീഡ്. അതായത് ലൈറ്റർ പാർട്ടിക്കിൾസും ഹെവിയർ പാർട്ടിക്കിൾസും സെപ്പറേറ്റ് ആവും. അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് കോയാഗുലേഷൻ എന്ന് പറഞ്ഞാലും. സെൻട്രിഫ്യൂഗേഷൻ പോലെ തന്നെയാണ് കോയാഗുലേഷനും. അതും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതേപോലെ പാർട്ടിക്കിൾസ് വലിയ ബിഗ്ഗർ പാർട്ടിക്കിൾസ് താഴെയും എന്താണ് നമ്മുടെ ചെറിയ ലൈറ്റർ പാർട്ടിക്കിൾസ് മുകളിലും കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതിനെയാണ് നമ്മൾ കോയാഗുലേഷൻ എന്നും പറയാം. കോയാഗുലേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് വെരി ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾ ക്ലം ടുഗെദർ ടു ഫോം ലാർജർ പാർട്ടിക്കിൾസ്. അതിനെയാണ് കോയാഗുലേഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഹോമോജീനസ് ഹെറ്ററോജീനസ് പഠിച്ചു. അതേപോലെ സെപ്പറേറ്റിംഗ് ഹോമോജീനസ് മിക്സ്ചേഴ്സിൻ്റെ മെത്തേഡ്സ് ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ക്രൊമാറ്റോഗ്രാഫി ആണെന്ന് പഠിച്ചു. സെപ്പറേറ്റിംഗ് ടെക്നിക്സ് ഫോർ ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സിൽ സെപ്പറേറ്റിംഗ് ഫണൽ, ഫിൽട്രേഷൻ, സബ്ലിമേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, കോയാഗുലേഷൻ എന്ന് പഠിച്ചു. അതേപോലെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും പഠിച്ചു.
ഇത്രയാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. സോ താങ്ക് യു സോ മച്ച്.